ആലപ്പുഴയിൽ നെക്സ്റ്റ് സ്പോട്ടാണ് കയർ മ്യൂസിയം. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 20 രൂപയാണ് ആകുന്നത്. ഇതാണ് ഈ വഴിയാണ് എൻട്രി കേട്ടോ. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കയർ കൊണ്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് കയർ കാണാം കേട്ടോ. പിന്നെ കയർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന താജ്മഹൽ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയർ ഫാക്ടറിയെ പറ്റി റിലേറ്റ് ചെയ്ത കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറി കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പിന്നെ കയർ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് വസ്തുക്കളുണ്ട്. ഇത് കാണ്ടാമൃഗം, അതുപോലെ തന്നെ ഗാന്ധിജി, ഞണ്ട്, പിന്നെ നമ്മുടെ കൊഞ്ച്, ഇതൊക്കെ കയറ് കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മുടെ എലി, കഥകളി രൂപം, ഇതെല്ലാം കയറ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയ സ്ഥലത്ത് ഈ കയർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് വീഡിയോ അല്ലെങ്കിൽ പ്രോസസ്സിങ് സംഭവം ഇവിടെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫീലായിരുന്നു നമ്മുടെ ഈ ഒരു സ്റ്റാച്ചു കാണുമ്പോഴത്തേക്കും. നല്ല രസമായിരുന്നു. നമ്മുടെ പണ്ട് എങ്ങനെയാണ് കയർ ചെയ്യുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ കയർ തൊണ്ട് കയറായി മാറുന്ന രീതി പ്രോസസ്സ് അവർ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതെല്ലാം കയർ നമ്മൾ കയറാക്കുന്നതിനുള്ള ഓരോ മിഷ്യൻസാണ്. ഇപ്പോൾ എല്ലായിടത്തും മിഷ്യൻസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആലപ്പുഴയിൽ ഒരുപാട് സ്ഥലത്ത് നോക്കിയിട്ട് നമ്മൾ പണ്ടത്തെ രീതിയിൽ കയർ നിർമ്മിക്കുന്ന രീതി, പക്ഷെ നമുക്കതൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴും എല്ലാം കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് കയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മിഷ്യൻസും ഒക്കെയാണ്. ഇവിടെയും കയർ കൊണ്ടുള്ള പ്രോഡക്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയും കയർ ചെയ്യുന്നുണ്ട്, തൊണ്ട് വെച്ച് കയർ ചെയ്യുന്നുണ്ട്. അതിനുള്ള മിഷൻസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പിന്നെ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും വേറെ പാത്രങ്ങൾ, ചട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പുട്ടുകൂട്, ഇതൊക്കെ കയർ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് കയർ കൊണ്ടുള്ളൊരു വീടാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു പിക്ചർ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ വള്ളത്തിൽ കുറേ തൊണ്ട് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുമായിരുന്നു. ഇത് ഒറിജിനലാണ് കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഒളിമ്പിക്സിൻ്റെ ആ ഒരു സിമ്പിളൊക്കെ കയർ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. കൊട, ഇതെല്ലാം കയർ കൊണ്ടാണ്. നമ്മുടെ ചട്ടി, പാത്രം, ഇതെല്ലാം നമ്മുടെ കയർ കൊണ്ടാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാനായാലും നമ്മൾ ഏത് സാധനങ്ങളായാലും അതെല്ലാം കയർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. നിർമ്മിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ തിങ്കൾ ടു സാറ്റർഡേ വരെ വരുവാണെങ്കിൽ ഇവിടുത്തെ പ്രോസസ്സിങ് വീഡിയോസൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ടാറ്റാ ബൈ.